ദേ സൂക്ഷിക്കണേ, മഴയാ. അമ്മയെ നടത്തിക്കണ്ട, ഒരു ഓട്ടോ പിടിച്ച് പോയാ മതി. മതിയായി. എത്ര പറഞ്ഞാലും നിങ്ങളെ തലയിലോട്ട് കേറൂല്ല. എന്നിവിടെ കാലുകുത്തി അന്ന് തുടങ്ങിയതാ പൊക്കന്റെ തലവിധി. അതിനു പുറമെ ഈ തള്ളേന് ശല്യവും. ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം, എന്റെ മരിച്ചുപോയ അച്ഛനാണ് സത്യം. ഈ അശ്ലീചരത്തിന് ഇവിടുന്ന് ഒഴിവാക്കില്ലേല് ഞാൻ എന്റെ മോനെയും കൂട്ടി വീട്ടിൽ പോകും, തീർച്ചയാ. ദേ മനുഷ്യ, ഒന്നുകിൽ നിങ്ങൾ അമ്മ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാളെ ഈ വീട്ടിലുണ്ടാവുള്ളൂ, മനസ്സിലായോ? സർ 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 ടോക്കൺ നമ്പർ 7. പ്രത്യേകിച്ച് വല്ല സുഖവും? അങ്ങനെയൊന്നുമില്ല, പ്രായമായി വരല്ലേ. അപ്പോ പിന്നെ ഈ കിഡ്നി, ലിവർ, ഹാർട്ടൊക്കെ ഒന്ന്. ഓ, എങ്കിൽ പിന്നെ ഒരു ടോട്ടൽ ചെക്കപ്പ് അയക്കാം. അതാവുമ്പോ എല്ലാ സ്ഥിതിയും അറിയാം. അതിന് വയസ്സന്മാരെ കൊണ്ടുള്ള ശല്യമൊക്കെ പണ്ടല്ലേ, ഇപ്പൊ കാര്യങ്ങളൊക്കെ മറിച്ചാ. അതെന്താ ശങ്കരേട്ടാ അപ്പൊ അങ്ങനെ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? 2 കിഡ്നി, 1 ഹാർട്ട്, 2 കണ്ണ്, ഇതെല്ലാം കൂടി കൊടുത്താ എന്ത് കിട്ടുന്ന നിങ്ങളുടെ വിചാരം? വിക്കേ, അതും ജീവനോടെ? ഒക്കെ നല്ല കണ്ടീഷനാണെങ്കിലേ ലക്ഷങ്ങളാ കയ്യിൽ പോരുന്നത്. നിന്റെ ഖേദം മറച്ചു വെക്കാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്താ. ഈശ്വരാ, എന്നാലും ഈ സാധനത്തിന് ഇത്രമാത്രം മൂല്യമുണ്ടെന്ന് പറഞ്ഞു തരാൻ പ്യൂൺ ശങ്കരേട്ടൻ തന്നെ വേണ്ടിയൊന്നുള്ളൂല്. ഇനി വേണം എനിക്കൊന്ന് ജീവിക്കാൻ. ഈ വീടൊന്ന് പുതുക്കി പണിയണം. ഓ, ഇങ്ങളച്ഛൻ നേരത്തെ പോയാലോ എനിക്കിപ്പോ സങ്കടം. അല്ല, എന്താ ഇവിടെ നിർത്തിയത്? ഞാനാ പറഞ്ഞത് നിർത്താൻ. ഇനി കുറച്ചു ദൂരല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാം. ബാക്കി നീ വെച്ചോ. പണ്ട് നിന്നെയും കൂട്ടി ഞാൻ ഈ വഴിയെ ഒരുപാട് നടന്നിട്ടുണ്ട്. അന്ന് നീ വളരെ ചെറുതാ. ഞാനും അച്ഛൻ മരിച്ച കാലായിരുന്നു അത്. എല്ലാവരും മറ്റൊരു വിവാഹത്തിന് എന്നെ ഒരുപാട് നിർബന്ധിച്ചു. ഞാനാണെങ്കിലും വഴങ്ങിയതേയില്ല. എൻ്റെ മനസ്സ് മുഴുവൻ നീയായിരുന്നു. നിന്റെ വളർച്ച, വിദ്യാഭ്യാസം, അങ്ങനെ
എനിക്കറിയാന്ന് എൻ്റെ വിഷമം. ഒരു ഗുമസ്തന്റെ ശമ്പളം കൊണ്ട് എന്ത് കഴിയാനാ? അതും പനിയുടെ ഒരു ഗുളികയ്ക്ക് പോലും ബോധം കെടുത്തുന്ന വിലയുള്ള ഈ കാലത്ത്. നിന്റെ ഈ തീരുമാനത്തില് അമ്മയ്ക്ക് യാതൊരു വിഷമവുമില്ല. മോനെ, എന്നാ അമ്മയെ വിൽക്കുന്നത്? മോനെ, എന്നാ നീ അച്ഛനെ വെക്കുന്നേ?